ഇന്നപ്പോ നമ്മൾ എത്തിയിരിക്കുകയാണ് ഹോളിസ്റ്റിക് ഹീലിംഗ് ഹെൽത്ത് ബിയോണ്ട് മൈൻഡ് ആൻഡ് ബോഡി എന്ന സീരീസിന്റെ മൂന്നാമത്തെ സെഷനിൽ. ഓക്കെ, ഇതിന്റെ ആദ്യം 2 സെഷൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരെങ്കിലും അത് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് റെക്കോർഡിംഗ് കാണാം. എന്നിട്ട് തിരിച്ചിട്ട് വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് 2 സെഷൻസിൽ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കുറച്ചിങ്ങനെ ബ്രഷ് അപ്പ് ചെയ്യാനാണ്, ഒന്ന് റീക്യാപ്പ് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു ചില പ്രശ്നങ്ങൾ നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന പ്രശ്നങ്ങളടക്കം അത് ഫിസിക്കൽ അല്ല ഇമോഷണൽ ലെവലിൽ നിന്ന് വരുമായിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സംഗതിയായിരുന്നു. ചില പ്രശ്നങ്ങൾ മെന്റൽ ലെവലിൽ നിന്ന് വരുന്നതായിരിക്കും, ഇമോഷണൽ ലെവലിൽ നിന്ന് വരുന്നതായിരിക്കും എന്നത് അല്ലെ. അതിന് ഒരു സ്റ്റെപ്പും കൂടി അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി. ഓക്കെ, മൈൻഡ് മാത്രമല്ല, ഇമോഷൻസ് അല്ലെങ്കിൽ മെന്റൽ സിറ്റുവേഷൻസ് എന്നതിന്റെ അപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകമായിരുന്നു നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ സംഭവിച്ചിരുന്ന ഫസ്റ്റ് സെഷനിലായിരുന്നു. ദാറ്റ് വാസ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, ബോധാവസ്ഥകൾ നമ്മൾ പറയും. ആ ബോധാവസ്ഥകളിൽ നിന്നാണ് നമ്മളുടെ ഇമോഷൻസും അറൈവ് ചെയ്യുന്നത്. ആ ബോധാവസ്ഥകളിൽ നിന്നാണ് നമ്മുടെ തോട്ട്സും അറൈവ് ചെയ്യുന്നത്. ചിന്തകള്, നമ്മുടെ എല്ലാ ഇമോഷൻസ്, ഇൻസെക്യൂരിറ്റീസ് എല്ലാതും വരുന്നത് എവിടുന്നാണ്? ആ ബോധാവസ്ഥകളിൽ നിന്നാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ സെക്കൻഡ് സെഷൻ വാസ് കംപ്ലീറ്റ്ലി അബൌട്ട് എങ്ങനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിനെ അറിയാം. ഇപ്പൊ ബോധാവസ്ഥ എന്നൊരു പുതിയൊരു ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനോട് എങ്ങനെ റിലേറ്റ് ചെയ്യണം എന്നതായിരുന്നു നമ്മുടെ സെക്കൻഡ് സെഷൻ മൊത്തം പോയിരുന്നത്. റൈറ്റ്, സെക്കൻഡ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഹൗ ഇമോഷൻസ് എത്ര പറഞ്ഞാലും, കാരണം ഫിസിക്കൽ ലെവലിൽ നിന്ന് പറഞ്ഞാൽ അത് പാത്തോളജി, ഫിസിയോളജിക്കൽ ലെവലിൽ നിന്ന് മാറിയിട്ട് പാത്തോളജിക്കൽ ലെവലിൽ എത്തി എന്നൊരവസ്ഥയിലാണ് കണ്ടീഷൻസ് നിൽക്കുക, ഹെൽത്ത് നിൽക്കുക. റൈറ്റ്, ഡിസീസിലോട്ട് കടന്നു എന്ന രീതിയിൽ. പക്ഷെ അതിന്റെ ജസ്റ്റ് മുമ്പത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലാണ് ഈ മൈൻഡ് ലെവലില്, ഇമോഷണൽ ലെവലില് കളിക്കുന്നത്. എന്നാൽ നമ്മൾ സെക്കൻഡ് സെഷനിൽ സംസാരിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാല് നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് ഇമോഷൻസ് അടക്കം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇമോഷൻസും എൻഡ് ഓഫ് ദ ഡേ വെറും ബയോകെമിസ്ട്രിയാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, പല ഹോർമോൺസ്, പല തരം സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, യു നെയിം ഇറ്റ്, ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് കെമിക്കൽ സ്റ്റഫ്. അത് ഫയർ ചെയ്യുമ്പോഴാണ് എന്താകുന്നത്? നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത്. അത് ബാഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയാലും ഗുഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയാലും. എന്നിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മൾ ഒരു നന്മ ചെയ്യാണ്, തിന്മ ചെയ്യാണ്, അത് ഇമോഷൻസ് ലെവലിൽ നിന്ന് ചെയ്യുമ്പോൾ എന്താകും? അത് ലോങ് ലാസ്റ്റിംഗ് ആകാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ആ ബയോകെമിസ്ട്രി, ആ കെമിക്കൽസ് വന്ന് പോകുമ്പോഴത്തേക്ക് എന്താകും? അതിന്റെ എഫക്റ്റ് അതും പോകും. നമ്മൾ ആ സമയത്ത് ഒരു ഫീൽ ഗുഡിന് ചെയ്ത സംഗതികൾ പിന്നീട് നമുക്ക് റിഗ്രറ്റ് അടിക്കേണ്ട അവസ്ഥകൾ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മൾ സെക്കൻഡ് സെഷനിൽ സംസാരിച്ചിരുന്നത്. ഇപ്പോ മൂന്നാമത്തെ സെഷനിൽ നമ്മൾ ഐ പ്ലാൻ ടു ഡു വാട്ട്? ഐ പ്ലാൻ ടു ഇന്റിഗ്രേറ്റ്. നമ്മൾ ഇതുവരെ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ? ഫസ്റ്റ് സെഷനിൽ തന്നെ പലരും നമ്മളോട് സംസാരിച്ചിരുന്നു, എന്നാൽ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ മാറ്റാൻ എങ്ങനെ പറ്റും? ഓക്കെ, അബോധാവസ്ഥകളിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ? ആ ഡീപ്പ് ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത് എന്ന പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് സെഷന്റെ സമയത്ത് എങ്ങനെ കുറച്ചും കൂടി നിങ്ങൾ പുതിയതായിട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കൺസെപ്റ്റിനോട്. ആ സമയത്ത് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ കിളി പോകും. അപ്പൊ അക്കാര്യം കൊണ്ട് ആ സമയത്തൊന്നും ഇട്ടുവെച്ച സംഗതികൾ ഇന്ന് ഇൻഷാല്ലാ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോ എന്തായാലും നിങ്ങൾക്കൊരു നക്ഷല് ഇതുവരെ മനസ്സിലാകേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല്, തുടക്കത്തില് നമ്മളുടെ കാട്ടും ഒരു 2 to 3 generations ബാക്ക് ആ ആൾക്കാരോട് ചോദിക്കുമായിരുന്നെങ്കിൽ അവര് പറയുന്ന എന്ത്? ശമനം എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ലെവലിൽ അവരുടെ വേദന മാറിയെങ്കിൽ അതിന് ശമനം എന്ന് പറയും, സൗഖ്യം അല്ലെങ്കിൽ ഹെൽത്തിലോട്ട് വരാം, ക്യൂറിലോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ലെവലത്തെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും വേദനിച്ചു, ആ വേദന മാറിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയി എന്ന രീതിയിൽ. റൈറ്റ്, പക്ഷെ പിന്നെ അതിന്റെ കാട്ടും ഒരു സ്റ്റെപ്പ് ഫർദർ നമ്മൾ എന്ത് പോയി, ഇപ്പൊ ലാസ്റ്റ് ജനറേഷൻ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ഹോളിസ്റ്റിക് ഹീലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങള് കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ജസ്റ്റ് ഫിസിക്കൽ ലെവലിലല്ല, കാരണം ഫിസിക്കൽ ലെവലത്തെ പ്രശ്നം വരുന്നത് ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ലെവലിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പൊ ഏതുവരെ ഈ മെന്റൽ ലെവലത്തെ പ്രശ്നം
പോരുന്നില്ലേ, കംപ്ലീറ്റ്ലി മാറുന്നില്ലേ, അതുവരെ ഇത് മാറിക്കഴിഞ്ഞാൽ പോലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു സ്ട്രെസ് മതി, പോയ സാധനം തിരിച്ചു വരും. എന്നിട്ട് ചെറിയൊരു സ്ട്രെസ് പിന്നെ നമ്മൾ മരുന്നൊക്കെ ചെയ്തിട്ട് മാറ്റും, അത് മാറും. തിരിച്ചെന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ തിരിച്ചിത് വരും. ഓക്കെ, അപ്പോ അതാണ് നമ്മളിപ്പോ കാണുന്ന. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയാം, അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറിയ കുട്ടികൾ ആയിട്ട് അലർജി ഉണ്ടാകും, അല്ലെങ്കിൽ വലിയവർക്കും അലർജിക് കംപ്ലയിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പല പ്രാവശ്യവും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷെ ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻ എടുത്ത് തന്നെ ആയിരിക്കാം. കാരണം അലോപ്പത്തിക് മെഡിക്കേഷൻ പൊതുവെ നമുക്കറിയാം ആ സമയത്ത് മാറ്റും, പിന്നെ അതിനുശേഷം ആ പ്രശ്നം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളത് അല്ലെ. അപ്പോ ചില ആൾക്കാര് ആയുർവേദിക് മാത്രമല്ല, ഇപ്പൊ ഹോമിയോപ്പത്തിക്, യുനാനി അങ്ങനെ എന്തെങ്കിലും ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോലും ആ അലർജിന്റെ സിംറ്റംസ് ആ സമയത്ത് അങ്ങ് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ കുറച്ചും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം വരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി, സ്ട്രെസ് ഉണ്ടായി, അങ്ങനെ ഉണ്ടാകുമ്പോ അങ്ങനത്തെ സമയത്ത് ഒരു കാലാവസ്ഥ മാറ്റം വരുമ്പോ അപ്പത്തേക്ക് കാണാൻ കുട്ടിക്ക് തിരിച്ച് അലർജി വന്നു, പറഞ്ഞാൽ സിംറ്റംസ് തിരിച്ച് കാണിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോ ചില ആൾക്കാർ ലിറ്ററലി ഹോപ്പ്ലെസ് ആവും, അറിയോ, നിരാശയിലോട്ട് പോകും. എന്താ ഇത് മാറൂലേ, എപ്പോഴും ഉള്ളതാണോ എന്ന രീതിയിൽ. പക്ഷെ ആക്ച്വലി ഹോപ്പ്ലെസ്നെസ് വരുന്നതിന്റെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ ഫിസിക്കൽ ലെവലിന് അത് ഹീൽ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇമോഷണൽ ലെവലിന് ആ നിമിഷം ആ മൂമെന്റിൽ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബോധാവസ്ഥയിരുന്ന് അത്രയ്ക്ക് ഡീപ്പ് ആയിട്ടുള്ള ഹീലിംഗ് സംഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് ഡീപ്പ് ഹീലിംഗ് ജസ്റ്റ് നമ്മൾ മെഡിക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റൂല. കുറച്ച് കറേജിയസ് ആയിട്ടുള്ള സംഗതികളായിരിക്കണം നമുക്ക്. എങ്ങനെ അത് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ബൈ ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. പക്ഷേ ഡീപ്പ് ഹീലിംഗ് വേണം, ഡീപ്പർ ദെൻ മെഡിക്കേഷൻ, ഡീപ്പർ ദെൻ സിമ്പിൾ കൗൺസിലിംഗ്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താകും, അഥവാ നമ്മൾ അങ്ങനെ ഡീപ്പ് ഹീലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെറിയൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാല് സ്ട്രെസ്സിന്റെ കൂടെ ഫിസിക്കൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസും ഉണ്ട്. പറഞ്ഞ കാലാവസ്ഥ ചേഞ്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിത്തട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോ തിരിച്ചെന്താകും, ആ സിംറ്റം അങ്ങനെ പുറത്തോട്ട് കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം കഴിക്കുന്ന മരുന്നുകൾ ഫലിച്ചിട്ടില്ല എന്നല്ല. മരുന്നുകൾ ചെയ്യേണ്ട പണികൾ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ മരുന്നുകൾക്ക് ചെയ്യാൻ പറ്റൂല. അതിന് ഡീപ്പ് ആയിട്ടുള്ള ഹീലിംഗ് വേണം. അപ്പോ അതാണ് അവിടെ ലാക്കിംഗ് ആയി വരുന്നത്, അതാണ് അവിടെ മിസ്സിംഗ് ആയി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഒന്നുണ്ടാവും ജസ്റ്റ് സപ്രഷൻ, സിംറ്റംസ് മാറാ, ഡിസീസ് മാറാ എന്ന രീതിയിൽ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആയിരിക്കും എന്ത്, കുറച്ചും കൂടി ഹോളിസ്റ്റിക് ഹീലിംഗ്. ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറഞ്ഞാല് ഇമോഷണൽ ലെവലിൽ നിന്ന് നമ്മൾ ആ പ്രശ്നത്തെ, ആ ഡിസീസിന്റെ ആ അംശങ്ങൾ ഉണ്ടല്ലോ, അതിനെ മാറ്റാൻ നോക്കുന്നത്. പക്ഷെ അതിലും ലോങ് ലാസ്റ്റിംഗ് ഹീലിംഗ് കിട്ടുന്നില്ല. ഡീപ്പ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധാവസ്ഥകളിൽ നിന്ന് ആ സംഗതിനെ മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്താകുള്ളൂ, നമ്മൾ ആക്ച്വലി ചെറിയൊരു സ്ട്രെസ് വന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, ഡിസീസസ് റീലാപ്സ് ആകാതെ പോകുന്നത്. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഡീപ്പ് ഹീലിംഗ് എന്ന് പറഞ്ഞാല്. ഹഫീസ പറയുന്ന നല്ല കാര്യമാണെന്ന് കരുതി ചെയ്ത കാര്യങ്ങൾ പിന്നെ അത് റിഗ്രറ്റ് ആയി തോന്നിയിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹഫീസൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല അത് എന്തിനാ അങ്ങനെ സംഭവിച്ചത് എന്ന്. നിങ്ങൾ നല്ല കാര്യം എന്ന് ഉദ്ദേശിച്ച് ചെയ്ത സംഗതി ആയാലും ഉദ്ദേശത്തിന്റെ പ്യൂരിറ്റിയിൽ ഒരു ക്വസ്റ്റ്യനിങ് ഇല്ല കേട്ടോ. അത് ശരിയോ തെറ്റോ എന്ന് പറയാന് ഞാൻ മാത്രമല്ല ഹഫീസക്കും പറയാൻ പറ്റൂല. കാരണം ആ സമയത്ത് അങ്ങനത്തെ ഒരു പ്യൂരിറ്റിയിലാണ്, ഇന്റൻഷൻ പ്യൂർ ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഇമോഷൻസിന്റെ പുറത്താണ് ആ സംഗതി ചെയ്തത്. ഓക്കെ, ആ വികാരത്തിന്റെ പുറത്താണ് ചെയ്തത്, വിവേകത്തിന്റെ പുറത്തല്ല. അക്കാരണം കൊണ്ടാണ് എന്തായത്, പിന്നീട് നമുക്കൊരു ഇത് ശരിയായില്ലല്ലോ, സംഗതി പരിപാടി അത്രയ്ക്ക് രസമല്ലല്ലോ എന്ന രീതിയിൽ ഫീൽ ആയത് കേട്ടോ. ബാനൊക്കെ പറയുന്നു ഇമോഷൻസ് ബാഡ് ആയി വരുമ്പോ കുറെയൊക്കെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പോസിറ്റീവ് ആക്കാൻ പറ്റുന്നു. ഓക്കെ, അത് എങ്ങനെ പറ്റി ബാനു? ഫൗസിയ കഴിഞ്ഞ 2 ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ, താങ്ക് യു. ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കേണ്ടി വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നിൽക്കാൻ പഠിച്ചു, മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. എന്നാൽ ഇവിടെ ഒരു പറഞ്ഞു തരുന്നൊരു രസമുണ്ട് കേട്ടോ. നമ്മള് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാന്ന് പറഞ്ഞാല്
നമ്മൾ എന്തുകൊണ്ടാണോ നമ്മളെ എടുങ്ങാറാക്കുന്നത് അതേ സംഗതി കൊണ്ടാണ് നമ്മൾ തിരിച്ചതിനെ വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അതേ മൈൻഡ് വെച്ചിട്ടല്ലേ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവൻച്വലി അതേ ഇമോഷൻസ് ആണ് കളിക്കുന്നത്. നമ്മൾ വികാരബോധത്തിൽ നിന്നിട്ട് തന്നെ അത് ചെയ്യുന്നത്. സംഗതി മൈൻഡിന്റെ മേലെ സറണ്ടറൻസ് വരാനുള്ള സമയം വരുമ്പോ അത് നമുക്ക് സംഭവിക്കാൻ തുടങ്ങിയ എപ്പോഴാണ് ഡീപ് ഹീലിംഗ് വെച്ചിട്ടാണ്. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് കഴിഞ്ഞ 2 സെഷൻസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കേട്ടത് വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മൾ ഈ സെഷനിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഡീപ് ഹീലിംഗ് നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ചെയ്യുക ഡീപ് ഹീലിംഗ്? ഈ കോൺഷ്യസ്നെസ് ബോധാവസ്ഥകളെ എങ്ങനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും? എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്ത് ഐഡിയാസ്? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സംഗതി? ഇപ്പൊ നമ്മൾ സംസാരിച്ച ലാസ്റ്റ് ടൈം, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും റിസർച്ച് ചെയ്തോ? എവിടെ എത്തി നിങ്ങളുടെ റിസർച്ച്? Meditation. Yeah, Rashika Parveen. Yes, meditation is definitely one of those ways. Me too. Okay, thank you, Bhanupi. എനിക്ക് ഓർമ്മയുണ്ട് ബാനുപിക്ക് ലാസ്റ്റ് 2 സെഷൻസിൽ ഉണ്ടായത്. ഓക്കെ, ഫൗസിയ. യാ റൈറ്റ്, മെഡിറ്റേഷൻ. പക്ഷെ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ വേറെ വേറെ തരങ്ങളുണ്ട്. ഡിഫറെന്റ് ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട് മെഡിറ്റേഷൻ്റെ കേട്ടോ. ചില സമയത്ത് ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സസൈസ് ചെയ്യൂലേ, എക്സസൈസ് ചെയ്യുമ്പോൾ അതിന്റെ പല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോ ചിലര് പറയുന്ന കേൾക്കാം, എന്താ പഴഞ്ചൊല്ല്, മറ്റേ ഉണ്ണിയപ്പം തിന്നാല് രണ്ടുണ്ട് എന്തോ ബെനിഫിറ്റ്, എന്താണ് അത് ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും? അത് എണ്ണയും കിട്ടും ഇതും കിട്ടും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ സംഗതി എന്താണ്, എല്ലാ സംഗതിക്കും പല ആസ്പെക്ട്സ് ഉണ്ടാകും. ഇനിയിപ്പോ നമ്മൾ എക്സസൈസ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എക്സസൈസിന്റെ നമ്മുടെ ഫിസിക്കൽ ലെവലിൽ ഒരു സംഗതി ഉണ്ട്, ഒരു എഫക്റ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഇമോഷൻസിന്റെ മേലെ ഒരു എഫക്റ്റ് ഉണ്ട്, റൈറ്റ്? കാരണം ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ്, സെറോട്ടോണിൻ, ഡോപ്പമിൻ, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമോഷണൽ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷന്റെയും പല തലങ്ങളുണ്ട്. ചില മെഡിറ്റേഷൻസ് നമുക്ക് ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? ആ റിലാക്സേഷൻ വന്നു കഴിഞ്ഞാല് പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു നോയ്സിലല്ലേ നിൽക്കുന്ന എപ്പോഴും. ഈ പുറത്തുനിന്ന് നമ്മുടെ 5 സെൻസസിലൂടെ നമുക്ക് കിട്ടുന്ന ആ പ്രോബ്ലംസ് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഉള്ളിൽ നിന്നും ഓവർ തിങ്കിങ് ചെയ്തിട്ട് അങ്ങനെ പലതുമായിട്ട് നമ്മൾ ഒരു നോയ്സിന്റെ ഇടയിലാണ് ബേസിക്കലി നിൽക്കുന്നത്. അപ്പൊ അതിൽ ഒരു റിലാക്സേഷൻ, ഒരു ക്വൈറ്റ്നെസ് കിട്ടുന്നത് എന്തിലൂടെയാണ്? മെഡിറ്റേഷനിലൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അത് എന്താണ്, ബേസിക് ആയിട്ടുള്ള എഫക്റ്റ് ആണ് എന്തിന്റെ? മെഡിറ്റേഷന്റെ. പക്ഷെ അതിലൂടെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധാവസ്ഥകളെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാല് മെഡിറ്റേഷന്റെ ഒരു കുറച്ചും കൂടി തലങ്ങൾ ഉയർന്നിട്ട് നമ്മൾ എത്തുമ്പോഴാണ്, ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കുറച്ചും കൂടി ആഴത്തിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് എന്താകുന്നുള്ളൂ, നമ്മൾ ബോധാവസ്ഥകളെ പറഞ്ഞ അതിനോട് അതിനെ കീഴടക്കാൻ അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ എത്തുന്നുള്ളൂ, റൈറ്റ്? ഒരു മിനിറ്റ്. ഓക്കെ, ഒരു വിരിക്ക് 2 പക്ഷികളുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അല്ല. സോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയത് കേട്ടോ. എനിവേ, പക്ഷെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പൊ പല ആസ്പെക്ട്സ് ഉണ്ടാവും, പല ഡീലിങ്സ് ഉണ്ടാവും, പല ലെവൽസ് ഉണ്ടാവും. ഇപ്പൊ മെഡിറ്റേഷൻസിന്റെ ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മള് ശാന്തായിരിക്കുക, അല്ലെ, ക്വൈറ്റ് ആകുക എന്നതാണ് അതിന്റെ ഫസ്റ്റ് എഫക്ട്. പിന്നെ അത് അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ സ്റ്റെപ്പിൽ പോകുമ്പോ നമുക്ക് അനുഭവപ്പെടും എന്ത്? നമ്മള് മെഡിറ്റേഷനിലാണ്. ഇപ്പോഴുള്ള മെഡിറ്റേഷൻ ലൈക്ക് ബേസിക് ലെവൽ മെഡിറ്റേഷൻ ഉണ്ടാവൂലേ, ആ മെഡിറ്റേഷനിൽ എന്താന്ന് വെച്ചാല് എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ മതി, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കെട്ടാതാക്കിയാൽ മതി, അപ്പത്തേക്ക് തീരുമാനമായിട്ടുണ്ടാവും നമ്മുടെ മെഡിറ്റേഷൻ, അല്ലേ? മെഡിറ്റേഷൻ പോട്ടെ, നിസ്കാരത്തിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ജോക്ക് ഉണ്ടാകുക. കാരണം നമ്മൾ നിസ്കരിക്കായിരിക്കും മൊത്തം ആൾക്കാർ, നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇങ്ങനെ ക്വൈറ്റ് ആയിരിക്കണം ആ സമയത്ത്. എന്തിന്? നമുക്ക് ഫോക്കസ് കിട്ടൂല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എവിടുന്നാണോ നിസ്കാരത്തിന്റെ ഇതിൽ കിട്ടുന്നത്, ഈ നിസ്കരിക്കുന്ന സമയത്ത് അമ്പ് നീക്കുന്ന ആ ഇത് അറിയായിരിക്കുമല്ലോ നമുക്ക്.
ലൈക്ക് നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. പറഞ്ഞാൽ അത്രയ്ക്ക് അതിൽ ഇമ്മേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലായിരിക്കും. നമ്മളൊക്കെ നിസ്കാരത്തിനും കാണുന്ന എന്താണ്, ഓ ചെയ്യണം അല്ലോ, അത് കംപ്ലീറ്റ് ആക്കണമല്ലോ, കാരണം കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യുന്ന കാരണമാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ആ സമയത്ത് എനിക്ക് ഫോക്കസ് കിട്ടണമെങ്കിൽ വേറൊരു ശബ്ദം ഉണ്ടാകാൻ പാടില്ല, ഒരു അനക്കം ഉണ്ടാകാൻ പാടില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളുടെ മുൻഗാമികൾ ഉണ്ടല്ലോ, ലൈക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികള്, തബഈൻകള്, അവരൊക്കെ ആക്ച്വലി അവർക്ക് മെഡിറ്റേഷൻ വേറെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർക്ക് നിസ്കാരം തന്നെ എന്തായി മാറിയിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷന്റെ ഒരു ഫോം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്രയ്ക്ക് ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയി മാറി എന്നുള്ളതാണ്. നമ്മളുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടോ എന്നൊരു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാരണം കൊണ്ടാണ് നമ്മള് ഒരു എന്താ പറയാ, സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, തുടക്കത്തിലൊക്കെ നമ്മള് സപ്പോർട്ടീവ് വീൽസ് വെച്ചിട്ടല്ലേ ഓടിക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആ പതിയെ 2 വീൽസ് എക്സ്ട്രാ ഉള്ളത് അത് മാറ്റിയിട്ട് ആ 2 ഇതിൽ ചക്രമേം ഓടിക്കാൻ പറ്റും എന്ന രീതിയിലോട്ട് നമ്മൾ എത്തണം. പക്ഷെ അതിന്റെ മുമ്പേ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വീൽസ് ആണ് എന്ത്, ഈ മെഡിറ്റേഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, മെഡിറ്റേഷൻ, എഫർമേഷൻ ഉള്ള എല്ലാ ടൂൾസും. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയാണോ ആ രീതിയിലോട്ട് ശരിക്കും എത്തിക്കഴിഞ്ഞാല്, ദിക്കറുകൾ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വക കാര്യങ്ങളുടെ ആവശ്യം വരൂല. പക്ഷെ ഇപ്പൊ ആ രീതിയിൽ എത്താത്ത കാരണമാണ് എന്താകുന്നത്, നമുക്ക് ഈ സപ്പോർട്ടിങ് വീൽസിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡൈവേർജ് ആയി നമ്മൾ തിരിച്ച് പോയിന്റിലോട്ട് എത്താം. അപ്പോ രണ്ടാമത്തെ മെഡിറ്റേഷന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ സെൻസസ് ഉണ്ടല്ലോ, നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. നമ്മൾ ഒരു പക്ഷെ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ടല്ലേ, ആ 5 സെൻസ് ഓർഗൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെ, ഇൻഫർമേഷനെ നമ്മുടെ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫർമേഷനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷനെ എടുക്കുക എന്ന് പറഞ്ഞാല് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ സിസ്റ്റമിലോട്ട് ഇറക്കുന്ന രീതികളാണ് ഇത് തൊടല്, ഓക്കെ, രുചി, മണം എന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടച്ച് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ്. അപ്പൊ ഈ 5 സെൻസ് ഓർഗൻസ് നമുക്ക് കണ്ടിന്യൂസ്ലി എന്താകുന്നുണ്ട്, ഈ ഇൻഫർമേഷൻ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ മെഡിറ്റേഷൻ ഉണ്ടാവില്ലേ, ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ആ മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷനിൽ എന്താകുന്നുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് സൈലന്റ് ആകുന്നുള്ളൂ. ഓക്കെ, പുറത്തത്തെ ശബ്ദങ്ങളെ സൈലന്റ് നമ്മൾ ആക്കിക്കും, എന്നിട്ട് നമ്മളുടെ ഉള്ളിലത്തെ സൈലന്റിനെ കുറച്ചൊന്ന് കണ്ടെത്താൻ ട്രൈ ചെയ്യും. പക്ഷെ അവിടെ നിന്ന് കിട്ടൂല, കാരണം പുറത്തുനിന്ന് എന്ത് ശബ്ദം വന്നു കഴിഞ്ഞാലും എന്താകും, ഇവിടെ മാറും, ഇവിടുത്തെ സൈലൻസ് പോകും. അപ്പൊ എന്താകുന്നുണ്ട്, ഉള്ളിലത്തെ സൈലൻസിലോട്ട് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ ലെവൽ മെഡിറ്റേഷനിലോട്ട് നമ്മൾ എത്തുമ്പോൾ എന്താന്ന് വെച്ചാല്, പുറത്ത് എന്തെന്നെ സംഭവിച്ചാലും അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ സൈലൻസിലോട്ട് നയിക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചില ആൾക്കാർ ചെയ്തിട്ടും ഉണ്ടാകാം. നമ്മളിങ്ങനെ പറയും, അങ്ങനത്തെ സജഷൻസ് കൊടുക്കും നമ്മൾ എന്താ പറയാ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങള്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്തൊക്കെയാണോ ഉള്ളിലോട്ട് എടുക്കുന്നത്, അതൊക്കെ എന്താകും, നമ്മളുടെ ഉള്ളിലത്തെ സൈലൻസിലോട്ട് നമ്മളെ നയിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തും. അതാണ് സെക്കൻഡ് ലെവൽ മെഡിറ്റേഷൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസോ ആയിരിക്കൂല. അതെന്തായിരിക്കും, ഇവൻച്വലി ഒരു ഗൈഡ് ആയിരിക്കും ഒരു രീതിയിൽ, റൈറ്റ്. പറഞ്ഞൊരു വഴികാട്ടി, ടോർച്ച്. ഓക്കെ, ഇവൻച്വലി നമ്മളുടെ ഉള്ളിലോട്ട് കൊണ്ടുപോകാന്. ഇനി വേറൊരു രസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബേസിക്കലി മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഷർത്തല്ല കണ്ണടക്കല്. പക്ഷെ നമുക്ക് ഇപ്പോ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊന്ന് കണ്ണടച്ചോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന രീതിയിലല്ലേ. ഓക്കെ, ഇൻഫാക്ട് ചില മെഡിറ്റേഷൻ, ഇപ്പൊ ഗൗതമ ബുദ്ധ ഉണ്ടല്ലോ, അവര് പറഞ്ഞിരുന്ന ഇങ്ങനെ നമ്മൾ ആക്ച്വലി കണ്ണ് കംപ്ലീറ്റ്ലി അടയ്ക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഹാഫ് ഓപ്പൺ ആക്കി വെക്കുക. പറഞ്ഞ അത് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ഷട്ട് ഫോർ അസ് ടു ബി കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ്. പറഞ്ഞ പുറത്തത്തെ ലോകത്ത് നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആകുന്ന അത്രയ്ക്ക് ബന്ധായിരിക്കരുത്, ക്ലോസ് ആയിരിക്കരുത്. എന്നാൽ പുറമേയുള്ള ലോകത്തിലോട്ട് കംപ്ലീറ്റ്ലി എന്താ പറയാ, കണക്റ്റഡ് ആയി നിൽക്കുന്ന പോലെ കംപ്ലീറ്റ്ലി ഓപ്പൺഡും ആയിരിക്കരുത്. ആക്ച്വലി ലൈഫിന്റെ സ്റ്റാൻസും അതായിരിക്കണം. അതേപോലെ മെഡിറ്റേഷന്റെ സമയത്തുള്ള കണ്ണുകൾ അങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്.
എന്നാലും മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ സപ്പോർട്ടീവ് വ്യൂസ് ആണ്. നമുക്ക് എവിടം വരെ അത് ഹെൽപ്പ് ചെയ്യുന്നോ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ നമ്മൾ കസ്റ്റം ക്രാഫ്റ്റ് ചെയ്യും. പക്ഷെ ബേസിക്കലി ഇപ്പൊ നമ്മൾ കണ്ണ് തുറന്ന് കൊണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാണെന്ന് വിചാരിച്ചോളി, ആ സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മെഡിറ്റേഷനിലാകാൻ പറ്റും. റൈറ്റ്? ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്താകാൻ പറ്റും, ഞാൻ മെഡിറ്റേഷനിലായിരിക്കാം. ഓക്കെ, അത് മെഡിറ്റേഷനിലാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് എന്താണ്, മെഡിറ്റേഷന്റെ പല രൂപങ്ങളുണ്ട് എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കുറച്ചും കൂടി ഷോർട്ടില് അല്ലെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ട് പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടല്ലോ, ഈ പ്രസന്റ് ഉണ്ടല്ലോ, ആ പ്രസന്റിൽ വരുമ്പോഴാണ് നമ്മൾ ആക്ച്വലി മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പ്രസന്റിൽ വരുന്നെങ്കിൽ എന്താക്കണം, നമുക്ക് നമ്മളോട് കണക്ട് ആക്കണം. നമ്മൾ പ്രസന്റിൽ ഉണ്ടാകണമെങ്കിൽ ഈ സോൾ ഉണ്ടല്ലോ, നമ്മുടെ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റിന് കിട്ടിയിട്ടുള്ള വെസലല്ലേ ഇത്. ഓക്കെ, സുമയ്യ എന്ന പേരുള്ള ഈ ബോഡിയാണ് എന്ത്, എന്റെ സോളിന് കിട്ടിയിട്ടുള്ള ആ വെസൽ. എന്നാൽ ഈ വെസലിന് ഞാൻ ഏതുവരെ, ഏത് നിമിഷം വരെ ഇറങ്ങുന്നില്ലേ, ഇതിനോട് കണക്ട് ചെയ്യുന്നില്ലേ, അതുവരെ എന്താകൂല, ഞാൻ എന്റെ പ്രസന്റിലാകൂല. ഓക്കെ, എന്റെ മൈൻഡ് മാത്രം സുമയ്യ അല്ല, എന്റെ മൈൻഡ് സോൾ അല്ല. റൈറ്റ്? എന്റെ സോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ത്, എന്റെ മൈൻഡ് എന്ന് പറഞ്ഞാല്. എന്റെ സോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ത്, എന്റെ ഈ ഉടല്. റൈറ്റ്? പക്ഷെ ഈ ഉപകരണത്തിലോട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് എന്താകുന്നുള്ളൂ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന സമയത്തിന്റെ ബാധകം നമുക്ക് ഉണ്ടാകുള്ളൂ. ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, നിങ്ങൾ ജസ്റ്റ് ഇരിക്കായിരുന്നു, എന്തോ ചിന്തിച്ചു പോയി, എന്നിട്ട് നിങ്ങൾക്ക് സമയത്തിന്റെ ഒരു ഒത്തുംപിടി ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു തിരിച്ച് ലോകത്ത് വന്നപ്പോഴാണ്, ഇത്ര സമയമായോ, എവിടെയിരുന്നു ഞാനിപ്പോ എന്നൊരു രീതിയിൽ തോന്നും. കാരണം എന്താണ്, ആക്ച്വലി നമ്മുടെ ഈ ഉടലിലോട്ട് ഇറങ്ങുമ്പോഴാണ് സമയം ബാധകമാകുന്നുള്ളൂ. ഈ ലോകത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഉള്ള ഈ പ്രസന്റിൽ തന്നെ എത്ര അൺസീൻ ഉണ്ട്, എത്ര സീൻ ഉണ്ട്. റൈറ്റ്? കാണാൻ പറ്റുന്ന ജാഹിറായിട്ടുള്ള പലതും ഉണ്ട്, വൈബിലുള്ള പലതും ഉണ്ട്, അൺസീൻ ആയിട്ടുള്ള സംഗതികളുണ്ട്. ആക്ച്വലി ഈ സമയം ബാധകമാകുന്ന നമ്മൾ മനുഷ്യന്മാര് ഈ എന്താ പറയാ, സീൻ റിയാലിറ്റിയുള്ള സംഗതികൾക്കാണ്. അൺസീനിലുള്ള ആൾക്കാർക്ക് എന്താകുന്നില്ല, സമയം ബാധകമാകുന്നില്ല. പക്ഷെ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ സബ്മിസീവ് ആയിട്ട് നമ്മളുടെ മുന്നിൽ സറണ്ടർ ചെയ്യാൻ പറ്റും എന്ന്, നമ്മളുടെ ഉള്ളിലത്തെ ഈഗോ സെൽഫിനെ നമ്മൾ സറണ്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മൊമെന്റിൽ. ഓക്കെ, അപ്പൊ ദാറ്റ് ബ്രിങ്സ് മീ ടു മൈ തേർഡ് പോയിന്റ്. അപ്പൊ ഞാൻ തിരിച്ചൊന്ന് റീക്യാപ്പ് ചെയ്യാട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മെഡിറ്റേഷൻ എന്തായിരുന്നു, ജസ്റ്റ് നമ്മൾ റിലാക്സ് ചെയ്യുക. ഓക്കെ, നോയ്സസിനെ ക്വൈറ്റ് ആക്കാൻ നോക്കുക, ട്രൈ ചെയ്യുക. അതിന് കാര്യമായിട്ട് അതന്നെ കിട്ടാൻ പോകുന്നുള്ളൂ, ഒന്ന് റിലാക്സേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിൽ നമ്മൾ ഉണ്ട്, നമ്മൾ പ്രസന്റ് ആണ്. പക്ഷെ ഉള്ള എല്ലാ സംഗതികളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ മൂമെന്റില് എനിക്ക് 032 വേറൊരു ലേഡി ആയിരിക്കൂല, ബാനു പി കെ, റഷിദ, ഫൗസിയ, ഹസീത, ഇവരൊക്കെ വേറൊരു ആൾക്കാരാകൂല. ഇവൻച്വലി എന്താകും, ഞാൻ എന്റെ കൂടെ പ്രസന്റ് അല്ലേ, നിങ്ങളൊക്കെ എന്തായി മാറും, എന്റെ മിറർ ആയി മാറും. ഞാൻ എന്നെ അറിയാൻ, എന്നെ തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള റിഫ്ലക്ഷൻസ് ആയിട്ട് നിങ്ങൾ മാറും, എന്റെ മിറർ ആയിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെഡിറ്റേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പായി വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന മെഡിറ്റേഷനിൽ ബ്രീതിങ് കോൺസെൻട്രേഷൻ വേണോ? നൈസ് ക്വസ്റ്റ്യൻ. അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവാ. അതിന്റെ മുമ്പ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് കേട്ടോ. നമ്മൾ കണ്ണടയ്ക്കേണ്ട ആവശ്യമല്ല മെഡിറ്റേഷന്. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ബ്രീതിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല്, രഹസ്യം ഉണ്ടല്ലോ, ട്രൂ സെൽഫിന്റെ രഹസ്യം ഉണ്ടല്ലോ, ശരിക്ക് ഹക്കിന്റെ, ഞാൻ പറഞ്ഞതുപോലെ സോളിന്റെ ജസ്റ്റ് വെസലാണ് എന്ത്, ഈ ഉടല്. പക്ഷെ ഈ ഉടയുടെ അപ്പുറം ആ സോൾ ഉണ്ട്. ആ സോൾ ഒരു എന്താ പറയാ, ഫോംലെസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. റബ്ബ് ഒരു ഫോംലെസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആ എൻറ്റിറ്റീന്റെ ആക്ച്വൽ രഹസ്യം കിടക്കുന്ന എവിടെയാണെന്ന് അറിയോ? രണ്ട് ശ്വാസങ്ങളില്ല, ആ ശ്വാസങ്ങളുടെ ഇടയിലുള്ള ഒരു സൈലൻസ് ഉണ്ടല്ലോ, അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബേസിക് ഫസ്റ്റ് ലെവൽ മെഡിറ്റേഷൻ ചെയ്യാനെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി,
സിമ്പിൾ ബ്രീത്ത് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. അങ്ങനെ ബ്രീതിങ്ങിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പ് അലൈൻഡ് ആയിട്ടുള്ള മെഡിറ്റേഷനിലോട്ട് എത്താനാണ് നമുക്ക് ആഗ്രഹം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത് ഇൻ ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, പിന്നെ ബ്രീത് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, പിന്നെ ബ്രീത് ഇൻ ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇത് കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ? നമ്മള് ചിലര് പറയും 4-4-4-4, അല്ലെങ്കിൽ ചിലര് ചെയ്യും 4-4-6-4 എന്ന രീതിയിൽ ചെയ്യും. റൈറ്റ്? അപ്പൊ ഹോൾഡിംഗ് ഉണ്ടല്ലോ, ആ ഹോൾഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെൻ യു വോണ്ട് ടു ഗോ ഇൻ ടു എ ഡീപ്പർ അലൈൻ സ്റ്റേറ്റ്. ഓക്കെ, ബ്രെയിൻ വേവ്സിന്റെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ടാവുമല്ലോ, ആൽഫ, ബീറ്റ, തീറ്റ എന്ന രീതിയിൽ. തീറ്റ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ബ്രീതിങ്ങിന് അത്രയ്ക്ക് ഡീപ്പായിട്ട് ഹോൾഡിംഗ്, പിന്നെ ബ്രീത്ത് ഔട്ട്, ഹോൾഡിംഗ് എന്നൊരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു എന്താണ്? നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ പോലും എന്താകും? അതൊക്കെ നമ്മുടെ ഉള്ളിട്ട് സൈലൻസിലോട്ട് നയിക്കും എന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് വരണമെങ്കിൽ നമുക്ക് ഒരു ബേസിക് ഡിഫറൻസ് അറിയണം. ഈ നമ്മളുടെ സെൽഫ് എന്ന് പറയുമ്പോൾ സെൽഫിന് പല ഈ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വേറൊരു ഒന്നിലോട്ട് ഡെപ്തിലോട്ട് പോയി പോവാനല്ലേ. പക്ഷെ ഞാൻ കുറച്ചൊന്ന് ജസ്റ്റിൽ പറയാം, കാരണം ഇത് നമ്മുടെ ഫൈനൽ സെഷൻ ആക്കണം എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ് ഇർഷാദ് സാറിനോട്, പക്കറിനെ കൊണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ തന്നെ സെൽഫിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ട്രൂ സെൽഫ് ഉണ്ട്, ഒന്ന് ഈഗോ സെൽഫ് ഉണ്ട്. ഓക്കെ, ഈഗോ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ഞാൻ. ഓക്കെ, ആ ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഞാൻ. ഓക്കെ, ആരെങ്കിലും ഞാനിപ്പോ പറഞ്ഞിട്ട് പോലും നിങ്ങൾ കേട്ടില്ലല്ലോ, അപ്പൊ അതിനൊരു വേദനിക്കുന്ന ഒരു ഞാനില്ലേ, ആ ഞാൻ. അതൊക്കെ എന്താണ്? എന്റെ ഈഗോ സെൽഫാണ്. റൈറ്റ്? ഈഗോ സെൽഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യം പിടിച്ചിട്ട് റിസെൻഷൻ പിടിച്ചിട്ട് പകവച്ചിട്ട് നടക്കുന്ന ആളൊന്നല്ല. ആള് ചിലപ്പൊക്കെ പാവമൊക്കെ ആകാൻ പറ്റും. ഫൈൻ. അപ്പോ അതാണ് ഈഗോ സെൽഫ്. ഈഗോ സെൽഫ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, എന്റെ ബെനിഫിറ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ ഉണ്ടാവൂലേ, ഈ ഭൗതികത്തിനോട് കണക്ട് ചെയ്യുന്ന ഞാൻ, ആ ഒരു നഫ്സ്, ആ ഭാഗം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം നഫ്സുൽ അമ്മാറ ബിസൂ എന്ന് പറയുന്നത് നമുക്ക് ഖുറാനില്, ആ ഒരു ഭാഗം നമ്മുടെ നഫ്സിന്റെ. ഓക്കെ, അതേ രീതിയിൽ നമ്മുടെ അടുത്ത് വേറൊരു സെൽഫ് ഉണ്ട്, അതാണ് ട്രൂ സെൽഫ്. സം പീപ്പിൾ ഓൾസോ കോൾ ഇറ്റ് ഹയർ സെൽഫ്. ഓക്കെ, ട്രൂ സെൽഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സാക്ട്ലി അതാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. നമ്മൾ പറയില്ലേ, ഈ ലോകത്ത് കുട്ടികൾ ജനിക്കുമ്പോൾ ടാബ്യുല റാസായിട്ട് പ്യോർ സ്റ്റേറ്റിൽ ആണ് ജനിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു നമ്മളോട് പറയുന്നത് പ്യോർ ഫിത്രയിലാണ് എല്ലാ കുട്ടികളും ഈ ലോകത്ത് ജനിക്കുന്നത്. പിന്നെ എന്താണ്, അവര് ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ്, അവരുടെ പേരൻസ്, അവരുടെ ഫ്രണ്ട്സ് അവരുടെ എന്താക്കും, ദീനിനെ അവരുടേതാക്കി മാറ്റും. ഓക്കെ, ദാറ്റ് അപ്ലൈസ് ടു അസ് ആസ് വെൽ. നമ്മളൊക്കെ ശരിക്കും പേരിന് മാത്രം മുസ്ലിം ആണോ അല്ലെങ്കിൽ ആക്ച്വലി സബ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ബേസിക്കലി. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് എന്താണ്? ട്രൂ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ആ സത്ത, ആ പ്യോർ ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു എസെൻസ്. ഓക്കെ, അത് ഫോംലെസ് ആണ്. അത് സോൾ എന്നൊക്കെ പറയാൻ പറ്റും. സോൾ പോലത്തെ ഒരു സംഗതി, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മയിന്ന സ്റ്റേറ്റിലോട്ട് അലൈൻ ചെയ്യുന്ന സംഗതികൾ. സംഗതി എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടിക്കലർന്ന് നിൽക്കാണ്. കാരണം കണ്ടീഷനിങ്, സൊസൈറ്റി, ശബ്ദങ്ങള്, നമ്മുടെ ഉള്ളിലത്തെ ശബ്ദങ്ങള്, പുറത്തുള്ള ആൾക്കാരുടെ ഉള്ളിലോട്ട് ഇമേജ് എടുത്തിട്ട് ആ ഇമേജിന്റെ ശബ്ദങ്ങള്, അങ്ങനെ പല ശബ്ദങ്ങളും കാരണം എന്തായിട്ടുണ്ട്, ആ ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ക്ലാരിറ്റിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവൻച്വലി ഈ മെഡിറ്റേഷൻ എന്ന പരിപാടി ചെയ്യുന്നത് തന്നെ. ആ ക്ലാരിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താകും, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലത്തെ ട്രൂ സെൽഫിനെ വേറെ, എന്നിട്ട് നമ്മുടെ ഈഗോ സെൽഫിനെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈഗോ സെൽഫാണ് ആക്ച്വലി ഇമോഷൻസിന്റെ കുടുക്കിൽ പെടുന്നത് കേട്ടോ. ട്രൂ സെൽഫിന് ഇമോഷൻസിന്റെ പ്രശ്നം തന്നെയില്ല. അത് ചിന്തിച്ച് നോക്കി, ചെറിയ കുട്ടികൾ ഉണ്ടാവൂലേ, ആ കുട്ടികളെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ? അവരും ചിരിക്കും. അവര് ഓ എന്റെ നല്ല ചിരിച്ചില്ലേ എന്ന രീതിയിൽ നിൽക്കൂല. ഞാൻ അത്രയ്ക്ക് ചെറിയ കുട്ടികളെ കുറിച്ചാ പറയുന്നത് കേട്ടോ. ഒരു ടോഡ്ലർ ഏജ് വന്നു കഴിഞ്ഞാൽ 3-4 ഏജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും, അവർക്ക് തിരിച്ചറിയാൻ തുടങ്ങും. ഈഗോ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ഫ്രൂഡിയൻ തിയറി വെച്ച് കഴിഞ്ഞാല്. പക്ഷെ ചെറിയ നിഷ്കളങ്ക പൈതങ്ങൾ ഉണ്ടാവൂലേ, അവർക്ക് ഈഗോ സെൽഫ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അവർ ഡയറക്ട്ലി പ്യോർ എന്ന സ്റ്റേറ്റിലാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല, ഇമോഷൻസിന്റെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അവരെപ്പോഴും സദാസമയം ജോയ് എന്ന സ്റ്റേറ്റിലാണ്.
പീസ് എന്ന സ്റ്റേറ്റിലാണ്. ആ സ്റ്റേറ്റിലോട്ട് എത്താൻ നമുക്ക് കഴിയുന്ന എപ്പോഴാണ് ഈ മെഡിറ്റേഷന്റെ മുന്നോട്ടുള്ള തലങ്ങളിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോ. സോ ഞാനിപ്പോ കമന്റ്സ് നോക്കിയില്ല, കുറച്ച് ട്രയാങ്കിൾ മെത്തേഡ് ഐ ഗസ് ഓക്കെ ഫൈൻ. അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ട്രൂ സെൽഫ്, ഈഗോ സെൽഫ് എന്ന രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഈഗോ സെൽഫാണ് ബേസിക്കലി എന്താകുന്നുള്ളൂ, ഈ ഇമോഷൻസിന്റെ ചക്രവ്യൂഹില് കുടുങ്ങുന്നുള്ളൂ. ട്രൂ സെൽഫ് കുടുങ്ങുന്നില്ല. അപ്പോ നമ്മള് മെഡിറ്റേഷന് അത്രയ്ക്ക് ലെവലിലോട്ട് കൂട്ടിക്കഴിഞ്ഞാല് നമ്മള് നമ്മുടെ സെൻസ് ഓർഗൻസ് അതിന്റെ ഒക്കെ അപ്പുറം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സൈലൻസിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ആ ട്രൂ സെൽഫിനെ ഒന്ന് ഒരു പൊട്ടിന് അനുഭവിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ചില ആൾക്കാർ പറയുന്നുണ്ട് ദിവസങ്ങളോളം ഇങ്ങനെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചിലപ്പോ ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് എന്ന രീതിയിൽ ഒന്നൊന്ന് സ്പാർക്ക് അടിച്ച് പോവാണ് ചെയ്യുക ആള്. പക്ഷെ ഒരു പ്രാവശ്യം ആ ട്രൂ സെൽഫ് ഒരു പ്രാവശ്യം വന്നു പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ആ മൊമെന്ററി ആയിട്ട് കാണിച്ചു പോയി കഴിഞ്ഞാൽ എന്താകും, നമുക്ക് പല രീതിയിലുള്ള ക്ലാരിറ്റീസ് ആണ് കിട്ടുക. ഈ ലോകത്തായിട്ടും പരലോകത്തായിട്ടും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റീന്റെ ഒരു എന്താ പറയാ ഗ്ലിംസ് ആണ് കിട്ടുന്നത് അങ്ങനെ ട്രൂ സെൽഫിനെ നമ്മൾ കണ്ടുവരുമ്പോ. ഓക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യും, അപ്പൊ അത് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അത്രയ്ക്ക് പേഷ്യൻസ് വേണം, കമ്മിറ്റ്മെന്റ് വേണം, റെസിലിയൻസ് വേണം. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ നമ്മൾ 26 ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ. റെക്കോർഡിംഗ് കേൾക്കുന്ന ആൾക്കാർ വേറെ കേട്ടോ. ഇത് സമയം കഴിഞ്ഞിട്ട് പിന്നീട് റെക്കോർഡിംഗ് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പിന്നീട് റെക്കോർഡിംഗ് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഒക്കെ പലരും ഉണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾക്കൊക്കെ എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കിട്ടാനുണ്ട്. ഓക്കെ. നോളജ് ആയിട്ടോ വിസ്ഡം ആയിട്ടോ എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്, നിങ്ങൾക്കറിയാം. അക്കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, നിങ്ങളൊക്കെ നിങ്ങളുടെ സമയം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ കൂടെ വന്നിരുന്ന് കേൾക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി കുറച്ചും കൂടി കേൾക്കാനുണ്ട് എന്ന് വിചാരിച്ചോളി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് സമയം കൊടുത്തിട്ട് വന്നിരിക്കും. സമയം എന്തിനാ, നമ്മൾ എത്ര കാശും കൊടുക്കുന്നുണ്ട് കൗൺസിലേഴ്സിനെ, തെറപ്പിസ്റ്റിനെ, അതിനെ ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. കാശും സമയവും കൊടുത്തിട്ട് അവിടെ അവരുടെ പ്രസൻസിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാന്, അറിയാനായിട്ട് അല്ലേ. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് പുറമേയുള്ള ലോകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന കാര്യങ്ങളുടെ ലിമിറ്റേഷൻസ് പലതും ഉണ്ട്. ഓക്കെ. കാരണം എനിക്ക് ഒരു 100% ചില കാര്യങ്ങൾ അറിയായിരിക്കും എന്ന് വിചാരിച്ചോളി. പക്ഷെ എനിക്ക് അറിയുന്ന എല്ലാ 100% നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ, കാര്യമില്ലല്ലോ. ഇപ്പൊ എനിക്ക് ഉള്ള ഹോമിയോപ്പതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങള്, ഫിലോസഫി, മെഡിസിൻസ്, സൈക്കോളജീന്റെ പല ടോപ്പിക്സ് എല്ലാതും അറിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ, നമുക്ക് എന്താണോ എടുക്കേണ്ടത്, ഓക്കെ എനിക്ക് ഇതിന് ഇന്നതാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ എന്റെ ലൈഫിൽ എന്താണോ ഇമ്പോർട്ടന്റ് അത് മാത്രം ഞാൻ എടുക്കും എന്ന രീതിയിൽ. റൈറ്റ്. അപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും അതിന് ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഞാൻ പല ക്ലാസ്സസ് കേൾക്കാനിരിക്കും. റൈറ്റ്. നെഹ്റു സർഫ് ഇപ്പൊ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഖുറാനോട് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസി ആക്കി തട്ടെ നമ്മളെല്ലാവർക്കും. അപ്പൊ അതിനായിട്ട് പക്ഷെ ഞാൻ എല്ലാതും എന്ന് പറഞ്ഞാല് എനിക്കറിയാം എനിക്ക് ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിനൊത്ത കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് ഇരുന്നിട്ട് കാര്യമുള്ളൂ. ബാക്കി എല്ലാ ലോകത്തിന്റെ വിവരം അറിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ, നമ്മള് മനുഷ്യന്മാർ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതി ഉണ്ടല്ലോ. പക്ഷെ ഒരു രസം ഞാൻ പറഞ്ഞുതരാം, നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒക്കെ രഹസ്യം കിടക്കുന്നത് നമ്മളുടെ ഉള്ളിലത്തെ ട്രൂ സെൽഫിന്റെ ഉള്ളിലാണ്. ലെറ്റ് മി റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, നമുക്ക് നമ്മുടെ ഈ ജീവിതത്തില് എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒക്കെ രഹസ്യങ്ങൾ കിടക്കുന്നത് നമ്മളുടെ ഉള്ളിലത്തെ ആ സത്ത ഉണ്ടല്ലോ, ആ ട്രൂ സെൽഫ് അതിന്റെ ഉള്ളിലാണ്. അപ്പോ ആ ആളുടെ കൂടെ ഇരിക്കുന്നത് ഫലപ്രദമായിരിക്കൂലേ? വാട്ട് ഡു യു തിങ്ക്?
ഓഫ് കോഴ്സ്, റൈറ്റ്. നമുക്ക് അവരുടെ കൂടെ തന്നെ ഇരിക്കണം. ആരുടെയെങ്കിലും കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ കൂടെ ഇരിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ആള് പെട്ടെന്നൊന്നും കയ്യിൽ വരൂല. കാരണം എന്താണ്, ഇപ്പോ ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാന് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാണ് കേട്ടോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരാണ്. എങ്കിൽ പോലും ഇപ്പോ ലൈക്ക് എന്റെ എക്സാമ്പിൾ ഞാൻ എടുക്കുക. ഒരു 25-28 ഇയേഴ്സ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആളുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല. ഇങ്ങനെ തോണ്ടി 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 വരും എന്റെ അടുത്ത്. അത് കേൾക്ക്, ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്തോണ്ടിട്ടോ, ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്തോണ്ടിട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞുതരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യൂല, ആളെ മൈൻഡ് ചെയ്യൂല. ഞാന് ആം, ഇന്നാൾ ഇങ്ങനെയല്ല പറഞ്ഞേ, ഇന്നാൾ ഇങ്ങനെയല്ല പറഞ്ഞേ, എന്റെ പേരൻസ് ഇതാണ് പറഞ്ഞത്, എന്റെ ടീച്ചേഴ്സ് ഇതാണ് പറഞ്ഞത്, എന്റെ ഫ്രണ്ട്സ് ഇതാണ് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ നെവർ മൈൻഡ് ചെയ്യും. ഈ പറയുന്ന ആള്, ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് നെവർ മൈൻഡ് ചെയ്തിട്ട് ആൾക്കാര് നാട്ടുകാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാന് ജീവിക്കാൻ നോക്കും. പിന്നെ അവസാനം ഇതൊക്കെ പോയി 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 എത്തിയത് എന്താണ് നമുക്കറിഞ്ഞ്, അതൊക്കെ അതിൽ കാര്യമൊന്നുമല്ല. ഇവൻച്വലി നമുക്ക് എന്ത് ചെയ്യണം, ഈ ട്രൂ സെൽഫിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്ന രീതിയിൽ. അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുമ്പോ എന്തായാലും കുറച്ചൊരു ഡിമാൻഡ് ആൾക്ക് ഉണ്ടാവൂലേ. ഇത് അതേപോലത്തെ അവസ്ഥ ആയിരിക്കൂലേ. ലൈക്ക് ഇപ്പൊ നമ്മള് ഫാമിലി തന്നെ വിചാരിച്ചോളി. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മള് സിബ്ലിങ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളി, 2 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളി. അപ്പോ ഒരു സിസ്റ്റർ പിന്നെ കുറച്ചും കൂടി മാത്സ് അറിയാം, മറ്റേ ആൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ആള് പറഞ്ഞിട്ടുണ്ട്, അറിയുന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വാ ഇരിക്കും, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആള് കേൾക്കൂല. മറ്റുള്ളവരോടൊക്കെ പോയി ചോദിക്കാൻ നോക്കും. പക്ഷെ മറ്റുള്ളവര് പിന്നെ അവര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇത്ര അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ. അവർക്ക് ഒക്കാവുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒന്നും ശരിക്ക് പോയിന്റിൽ എത്തും ചെയ്യൂല, ടാർഗറ്റിനോട് എത്തൂല. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താകും, അവരൊക്കെ പറയും പിന്നെ ഒരു കാര്യം ചെയ്യും, എന്റെ വീട്ടിൽ ആ ഇത്താത്ത ഉണ്ടല്ലോ, ആ ഇത്താത്തനോടൊന്ന് ചോദിച്ചു നോക്ക്, അവർക്ക് നല്ലോണം അറിയാട്ടോ എന്ന് പറയും. ഓക്കെ, അപ്പോ തിരിച്ച് ഇത്താത്തന്റെ അടുത്ത് വരുന്ന സമയത്ത് ഇത്താത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്ര പിന്നാലെ നടന്നു തരുന്നില്ലേ, ഒരു പ്രാവശ്യം കേൾക്കുന്ന പറഞ്ഞു തരുന്നില്ലേ, നീ കേട്ടില്ലല്ലോ, നീ പോയല്ലോ, എന്നാ ഇപ്പൊ കുറച്ചു നേരം നീ നിക്ക അവിടെ, ഒന്ന് നീ മനസ്സിലാക്കുക, എന്റെ വാല്യൂ, എന്റെ വില നീ തിരിച്ചറിയണം എന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, കുറച്ചൊന്ന് നമ്മളിട്ട് കളിപ്പിക്കും. റൈറ്റ്. അത് നമ്മളോട് ദേഷ്യമോ പകയോ ഇതോ ഉണ്ടായിട്ടല്ല. ഓക്കെ, അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടായി തന്നെയാണ്. അതൊരു കൊഞ്ചിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതേ രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ട്രൂ സെൽഫ് നമ്മളെ കുറച്ചൊന്നിട്ട് കളിപ്പിക്കും. ആ കളിപ്പിക്കുന്നതാണ് കാണുന്നത് എന്ത്, നമുക്ക് ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരുന്ന് കഴിഞ്ഞാലാണ് ഉള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരിക. ചില ആൾക്കാർക്ക് എല്ലാ ഡിസ്ട്രാക്ഷൻസും ആ സമയത്താണ് ഫീൽ ചെയ്യുക. ചില ആൾക്കാർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. അല്ലാതെ ഒരു സംഗതി ചെയ്താലും ഉറക്കം വരൂല. മെഡിറ്റേഷൻ ഇരുന്നാലും ഉറക്കം വരും. ഖുറാൻ ഓതാൻ ഇരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന പോലെ. അതേപോലെ അങ്ങനെ പല പ്രോബ്ലംസും ഒബ്സ്റ്റക്കിൾസും ഉണ്ടാവും. ചിലർക്ക് ജസ്റ്റ് മെഡിറ്റേഷനിൽ ഹാർട്ട് ടച്ച് ആകുന്നില്ല എന്ന രീതിയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ സബ് കോൺഷ്യസ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാന്. ഇതിപ്പോ ഞാൻ ശരിയാക്കി തരാം, എത്ര നീ നിൽക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ എന്തായാലും ഞാൻ കുറെ പിന്നാലെ ഓടിയിട്ട് നീ ഓടിയതല്ലേ, ഇനി നീ എന്റെ പിന്നാലെ വായോ, നീ നല്ലോണം ഓടി വന്നു കഴിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, എനിക്കിപ്പോ ലെസൺ തരുള്ളൂ എന്ന രീതിയിൽ ആള് ചെയ്യും. പക്ഷെ അങ്ങനെ ആയി കഴിഞ്ഞാലും നമ്മളപ്പോ എന്ത് ചെയ്യണം, ഒന്നല്ലേ പത്തല്ലേ മുത്തല്ലേ എന്ന രീതിയിൽ നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാല് ആ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യൂലേ, ആ സബർ, നമ്മൾ ആ കമ്മിറ്റ്മെന്റ്, ആ കൺസിസ്റ്റൻസി, ആ പെർസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എന്താകുന്നുള്ളൂ, നമുക്ക് ആ ട്രൂ സെൽഫ് ഓപ്പൺ അപ്പ് ആകാൻ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ആ ട്രൂ സെൽഫ് ഓപ്പൺ അപ്പ് ആകുമ്പോൾ എന്താകും, തന്നെ തന്നെ ഈ ബോധാവസ്ഥകൾ ഉണ്ടല്ലോ അത് പതിയെ ഒന്ന് റൈസ് ആയി വരും. ഇത് ഞാൻ പറയുന്നത് എന്താണ്, പേഴ്സണൽ ലെവലിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ എന്താണ്, നിങ്ങൾ ആക്ച്വലി ഹീലിംഗിന് വേണ്ടിയിട്ട് വരുന്നത്, പിന്നെ നമ്മൾ ഹിപ്നോതെറപ്പി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന, അതിലൂടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കടന്നു പോകുന്ന, അത് പിന്നെ കുറച്ചുകൂടി ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പ്ലസ് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള ഇൻകമോ അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ഓൺ എ പേഴ്സണൽ ലെവൽ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്ത്, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധാവസ്ഥ എന്താണ്, എങ്ങനെയാണ്, അതൊക്കെ ഇൻഫർമേഷൻ, നോളജ്, അതിന്റെ കാര്യം അപ്പുറം നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ട് ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെ സത്ത എന്താണ്, ആ സത്യാണ് എന്ത്, നമ്മുടെ ഉള്ളിലത്തെ സത്താനോട് കണക്ട് ചെയ്യാൻ പറ്റുക.
റൈറ്റ്. ഇതിന്റെ എല്ലാത്തിന്റെ ജസ്റ്റ് എന്താണ് ആ ഇഖ്ലാസ്, ആ ഹുലൂസിയത്ത് എന്ത് നമ്മുടെ ഉള്ളിട്ട് ആ സത്തയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആളുടെ കൂടെ ഇരിക്കണം. ഇനി നിങ്ങൾ അതിന് എന്ത് പേര് വിളിച്ചാലും വേണ്ടിയില്ല. നിങ്ങൾ ദിക്ർ വിളിച്ചോ, നിങ്ങൾ ഖുർആൻ ഓതല് വിളിച്ചോ, നിസ്കരിക്കല് വിളിച്ചോ, നിങ്ങൾ മെഡിറ്റേഷൻ വിളിച്ചോ, അഫർമേഷൻ വിളിച്ചോ, ജേർണലിംഗ് വിളിച്ചോ, ഇറ്റ് ഡസൻറ്റ് കെയർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ എന്ത് വിളിച്ചാൽ തന്നെ അതിലോട്ട് നിങ്ങൾ മടങ്ങുന്നോ, അപ്പൊ നിങ്ങൾക്ക് രഹസ്യങ്ങൾ തുറന്നു കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പേർപ്പസ്, നിങ്ങളുടെ തന്നെ പ്രസൻസിന്റെയും എക്സിസ്റ്റൻസിന്റെയും വാല്യൂയിലോട്ട് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓപ്പൺ ഫോർ യു. തക്കുവ ആണോ? സാധ്യത ഉണ്ടാതില്ലാതില്ല. ആക്ച്വലി ഇപ്പോ നമ്മൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും കൂടി ഉണ്ട് എന്ന് ഷത്തർ പറഞ്ഞിരുന്നു. നമ്മൾ വല്ലാതെ ആ ലെവലിലോട്ട് പോകണ്ട എന്നൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ അക്കാരണം കൊണ്ട് എന്ത് ചെയ്യേണ്ട, നമ്മള് അങ്ങനത്തെ ഒരു ടെർമിനോളജി, അങ്ങനത്തെ ഒരു ലേബലിലോട്ട് ഇപ്പൊ തൽക്കാലം പോകാൻ നിൽക്കണ്ട. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ആ സത്തയുണ്ട്. റൈറ്റ്. നമ്മള് ഈ റിച്വലിസ്റ്റിക് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്ത് വഴിയിലൂടെ പോയി കഴിഞ്ഞാലും അതിലോട്ട് എത്താനാണെങ്കിൽ അതിലോട്ട് എത്തിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഹിദായത്ത്, ഗൈഡൻസ് വരുന്ന റബ്ബിന്റെ അടുത്തുനിന്നാണ്. ടെൻഷൻ വരുമ്പോ ഒരുപാട് ദിക്ർ ഒക്കെ ചൊല്ലുന്നത് അതാണോ? നോട്ട് നെസസ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാല് ദിക്റിന്റെ പല ലെവലുകളുണ്ട്. ദിക്ർ ഒന്നും ഉണ്ടാവും നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ ഒന്നുണ്ട് നമ്മള് മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ദിക്ർ ഉണ്ടാവും. അതിലും നാവൊക്കെ ഉപയോഗിക്കുമായിരിക്കാം, പക്ഷെ അതൊരു സെക്കൻഡ് ലെവൽ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കാട്ടും ഉപരിയായിട്ടുള്ള ഒരു ലെവൽ ഉണ്ട് ദിക്റിന്റെ. അതെന്താന്ന് വെച്ചാല് നമ്മളുടെ എക്സിസ്റ്റൻസ് തന്നെ ദിക്റായി മാറാം. ഓക്കെ. നമ്മള് എല്ലാ സമയവും സ്മരണയിലായിരിക്കും. അതില് വാക്കുകളുടെ ആവശ്യമല്ല, വാക്കുകളുടെ ഉപരിയാണ് ആ ഒരു അനുഭവം, ആ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കറിന്റെ സ്റ്റേറ്റിലോട്ട് എത്തുമ്പോ, റിമെമ്പറൻസിലോട്ട് എത്തുമ്പോ, കാരണം ഈ ട്രൂ സെൽഫിനെ അന്വേഷിച്ച് പോവാ, അത് തന്നെ ആക്ച്വലി എന്താണ്, റിക്കഗ്നിഷന്റെ പാതയാണ്, റിമെമ്പറൻസിന്റെ പാതയാണ്. ഓക്കെ. അപ്പൊ ആ വഴിയിലോട്ട് നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ദിക്കർ തന്നെ ആവാമല്ലോ. ഓക്കെ. ഞാനൊന്നും തീർത്തിട്ട് പറയുന്നില്ല കേട്ടോ, ഞാൻ ഫുഖഹ അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ ഇല്ല. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, നമ്മള് എന്തിലോട്ടാണോ എത്തേണ്ടത് അതാണ് ഇമ്പോർട്ടന്റ്, ലക്ഷ്യമാണ്. ഓക്കെ. നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു, എങ്ങനെ കൺട്രോൾ ആക്കാം? എന്ത്? നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു, ഇതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഷഫ്രീന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ that would be helpful. Rashid PS, thank you so much that you found this session helpful. ഒരു ബുദ്ധിമുട്ട് വരുമ്പോ മനസ്സിന് ഒരു ഹീലിംഗ് കിട്ടാൻ. ബാനു എന്താ പറഞ്ഞ മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്, അത് ഡൗട്ട് ആണോ? ഫൗസിയ, താങ്ക് യു സോ മച്ച്. 192. 192 പറയുന്ന ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, പക്ഷേ മടി കാരണം ഒന്നും ചെയ്യുന്നില്ല എന്നത്. ആക്ച്വലി എന്താണെന്നറിയോ, നമ്മള് ലേബൽ ചെയ്യാൻ കുറെ ഫാസ്റ്റാണ്, അതൊരു പ്രശ്നമാണ്. ലേബലിംഗ് എന്തുകൊണ്ട് നമ്മളുടെ ഡെവലപ്മെന്റ് നിർത്തും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നോക്കി, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ തരാം കേട്ടോ, സിമ്പിൾ എക്സാമ്പിൾ തരാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാരണം, ഇപ്പൊ എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് ഉണ്ട്. ഓക്കെ. ആ പേഷ്യന്റിന് എന്താ പറയാ,
എന്റെ അടുത്ത് കൊണ്ടുവന്നത് അവരുടെ പേരൻസ് കൊണ്ടുവന്നത്, ഈ കുട്ടിക്ക് എപ്പോഴും സദാസമയം മടിയാണ്, ഒന്ന് പറഞ്ഞു നോക്കി ഇതിനോട് എന്തെങ്കിലും കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് കൊണ്ടുവന്നത്. പക്ഷെ ആളെ ഞാൻ നോക്കുമ്പോ ആളൊന്ന് എന്താ പറയാ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത് എന്താണ്, ആൾക്ക് ആക്ച്വലി ഈ PCOD, തൈറോയിഡ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഹോർമോണൽ അപ്സ് ആൻഡ് ഡൗൺസ് കാരണം എന്തായിട്ടുണ്ട്, ആൾക്ക് ക്ഷീണം വല്ലാതെ വരുന്നുണ്ട്. ആ ക്ഷീണം കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് ആര് കാണുന്നുള്ളൂ, ചുറ്റുള്ള ആൾക്കാർ കാണുന്നുള്ളൂ. അപ്പൊ അവരെന്താ പറയുന്നത്, ഈ കുട്ടിക്ക് എപ്പോഴും മടിയാണ്. ആക്ച്വലി മടിയാണോ പ്രശ്നം? ക്ഷീണാണ് പ്രശ്നം. ആ കുട്ടിക്ക് പറ്റുന്നില്ല. ഓക്കെ, അതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മള് അതിനെ നോക്കിക്കാണാൻ പുറമേയുള്ള ആൾക്കാർ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ. ഓക്കെ, അത് കംപ്ലീറ്റ് സത്യമായിക്കൊള്ളണം എന്നൊന്നുമല്ല. അതിന്റെ ആഴത്തിൽ പോവാ. ഓക്കെ, മടിയുണ്ട്, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ? ഓക്കെ, ലൈക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഗ്ലാസ് ഉണ്ട്, ഞാന് ഹഫീസനോട് പറയാണ്, ഹഫീസ ഈ ഗ്ലാസ് ഒന്ന് പിടിച്ചേ എന്ന് പറയും. അപ്പൊ ഹഫീസ അത് പിടിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാകും. പറ്റുന്ന കാര്യമാണെങ്കിൽ ഹഫീസ എന്തായാലും ചെയ്യുമല്ലോ. ഇപ്പൊ എന്തായാലും ഓൺലൈനാണ്, ഇപ്പൊ പിടിക്കാൻ പറ്റൂല. ഇത് ഉണ്ടായിരുന്നെങ്കിലും അഥവാ എടുക്കാൻ ഞാൻ പറയായിരുന്നെങ്കിൽ അത് എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കാരണം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാരണം ഉണ്ടാകണം. ആ കാരണത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ താനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, റൈറ്റ്? അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മടി, ലേസിനെസ്, പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോ rather than ഇപ്പൊ പുറമേയുള്ള ആൾക്കാർ എന്തായാലും മടീനെ പറയുള്ളൂ, ദേ ഡോണ്ട് നോ എനി ബെറ്റർ, റൈറ്റ്? പക്ഷെ ഈ ട്രൂ സെൽഫിനെ നമ്മൾ എടുങ്ങാറാക്കുന്നില്ലേ, അതല്ലേ ട്രൂ സെൽഫ് നമ്മളെ എടുങ്ങാറാക്കുന്നത്. നമ്മൾ ട്രൂ സെൽഫിനെ എടുങ്ങാറാക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ട്, അതിനെ ഇഗ്നോർ ചെയ്തിട്ട് അതിനെ പഴിച്ചാറിയിട്ട് നീ അതാണ് നീ ഇതാണ്. പുറമേയുള്ള ആൾക്കാർ ഒരു പ്രാവശ്യം മാത്രമേ നമ്മളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ എത്ര പ്രാവശ്യം കുറ്റം പറയുന്നുണ്ട് ഒരു ദിവസത്തിൽ, ഇല്ലേ? ആ ചെയ്യുന്ന ക്രൂരത ഉണ്ടല്ലോ, അതിനിട്ടിട്ടുള്ള കലയാണ് തരുന്നത്. ആ നീ നിക്ക്, ഞാൻ നിനക്ക് ശരിയാക്കി തരാം, നീ മെഡിറ്റേഷൻ ചെയ്യുന്നു, നീ അഫർമേഷൻ ചെയ്യുന്നല്ലേ എന്ന രീതിയിലാണ് ആള് നമ്മളോട് കളിക്കുന്നത്. അപ്പോ നമ്മള് ആ സമയത്ത് മുത്തേ സത്തേ എനിക്ക് എത്തിച്ചു തായോ രഹസ്യത്തിലോട്ട് ഹക്കിലോട്ട് എന്ന രീതിയിൽ നമ്മൾ അതിനോട് പറയുന്ന സമയത്ത് തന്നെ അതിനെ ഓണർ ചെയ്യാൻ നമ്മൾ പഠിക്കണം, അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം നമ്മൾ, റൈറ്റ്? ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഒരിക്കലും റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എത്ര തന്നെ പറഞ്ഞാലും എന്താ ടീച്ച എന്നെ റെസ്പെക്ട് ചെയ്യും, അല്ല ബാനു എന്നെ റെസ്പെക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നൂല. കാരണം എന്താണ്, ഞാൻ തന്നെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, റൈറ്റ്? അപ്പോ പുറമേയുള്ള ആൾക്കാർ നമ്മളുടെ കുറിച്ച് എന്ത് പറയുന്നോ അത് അവരുടെ മൈൻഡ് സെറ്റ് അവരങ്ങനെ പറയുന്നത്. നമ്മളും കൂടി നമ്മളുടെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാന്. അഥവാ അങ്ങനത്തെ കാരണം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ആ ലേബിളുടെ പിന്നാലെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കല്, ഞാൻ അല്ലെങ്കിലും ലേസിയല്ല അപ്പൊ ഞാൻ ചെയ്യുന്നില്ല എന്ന രീതിയിലാക്കല്, ഇറ്റ്സ് ഈസി. പക്ഷെ നമ്മള് പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മളങ്ങനെ എന്താ പറയാ ഒളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ ലോകത്ത് അയച്ചിട്ടുള്ളത്. ആകെ 50-60 ഇയേഴ്സ് 70 ഇയേഴ്സ് ഏറി വന്ന 80-90 ഇയേഴ്സ് ഉണ്ടാവുള്ളൂ. ആ സമയത്തിന്റെ ഉള്ളിൽ എന്തിനാണോ റബ്ബ് ഇവിടെ അയച്ചിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആക്കണം. അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ വക എക്സ്ക്യൂസസിന്റെ പിന്നാലെ നിൽക്കാതെ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിനെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങാൻ നോക്കണം കേട്ടോ. അപ്പൊ ഒരിക്കലും എനിക്ക് മടിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. ഓക്കെ, 192 പറഞ്ഞു. 125 മാമിന്റെ ക്ലാസ്സുകളെല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് മൈ ലവ്. 125 032 താങ്ക് യു മാം, മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച് ടു യു, നിങ്ങൾ ഫുൾ ടൈം വീഡിയോയിൽ ഇരുന്ന കാരണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഗുഡ് ക്ലാസ് എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായതിന്. ഓക്കെ, ബിക്കറിന്റെ ബാക്കി പറഞ്ഞതാണ്. ശരിയാണ്, നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻച്വലി നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും എന്തിനായിരിക്കും, നമ്മളെ തിരിച്ച് കണക്ട് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാതും സന്തോഷത്തിലാകുന്ന സമയത്ത് എന്താ കബീർ ദാസിന്റെ ഒരു ദോഹ ഉണ്ട് കേട്ടോ. അതിന്റെ എക്സാക്ട് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിന്റെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മള് സന്തോഷത്തില് എപ്പോഴും റബ്ബിനെ സ്മരിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷത്തില് നമ്മള് സ്മരണയിലാകുന്ന ആൾക്കാരായി കഴിഞ്ഞാല് എന്തിനാണോ മക്കളെ നമുക്ക് ദുഃഖത്തിന്റെ ആവശ്യം,
ഓക്കെ. ദുഃഖം വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ സന്തോഷത്തിലാവുമ്പോ സ്മരിക്കൂല. കാരണം നമുക്ക് പിന്നെ നമ്മള് ഇതാകുമല്ലോ. നമ്മുടെ ഈഗോ സെൽസിനെ പുകഴ്ത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തും. ആൾക്കാര് നമ്മുടെ ചുറ്റും കൂടുതൽ വരും. നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലായ്മയിൽ വരുമ്പോഴാണല്ലോ ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും ദൂരെ പോയിട്ട് നമ്മൾ ഒറ്റപ്പെടുന്നത്. ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ എന്താക്കുന്നുള്ളൂ, സ്മരണയിലോട്ടാകുന്നുള്ളൂ. അപ്പോ ആ ദുഃഖത്തില് നമ്മൾ സ്മരിക്കുന്നത് പോലെ തന്നെ സന്തോഷത്തിൽ സ്മരിച്ചു കഴിഞ്ഞാല് ദുഃഖം പിന്നെ എന്താ പറയാ, ദുഃഖം പോലെ തോന്നൂല. ഇൻഷാ അള്ളാ. ഓക്കെ. അൽഹംദുലില്ലാ. സോ ദാറ്റ്സ് ഇറ്റ് ഐ ഗെസ്. എനിക്ക് ഷഫ്രീനയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വിൽ കോൾ ഇറ്റ് എ ഡേ. ഓക്കെ. നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ആ നിശബ്ദത നമ്മുടെ ഒരു ജാട കാണിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോ മെഡിറ്റേഷൻ പോസിറ്റീവ് റിസൾട്ട് തരുന്നില്ലേ? ഓക്കെ. ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, അറിയോ, നമ്മള് ആം, എല്ലാവർക്കും അല്ലാതെ അവരവരുടേതായിട്ടുള്ള പെർസ്പെക്ടീവ്സ് ഉണ്ടാവും ഷഫ്രീന. ഓക്കെ. ഞാൻ എങ്ങനെയാണോ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. എന്റെ ഉള്ളില് ദേഷ്യം ആണെങ്കിൽ എനിക്ക് തോന്നും എന്നെ നോക്കുന്ന എല്ലാവർക്കും എന്തോ ദേഷ്യമുണ്ട്. അല്ല, ഇല്ലെങ്കിലും ആ മുഖത്ത് അതുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് ദേഷ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. എന്റെ ഉള്ളില് എന്തെങ്കിലും എന്താ പറയാ പക ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും എല്ലാവരും പകയുള്ള ആൾക്കാരാണ് എന്നത്. റൈറ്റ്. ഇനിയിപ്പോ ഞാൻ പക മുന്നോട്ട് വ്യക്തമാക്കാത്ത ആളാണെങ്കിൽ പോലും എന്റെ ഉള്ളിൽ എവിടെയോ പക ഉണ്ട്, ആരോഗ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും, മറ്റുള്ളവർ ആരോഗ്യന്റ് ആണ് എന്നൊരു രീതിയിൽ. അപ്പോ ഞാൻ എങ്ങനെയാണോ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ സ്നേഹത്തിലാണോ നിങ്ങളെ കാണുന്നത് എങ്കിൽ, സോറി, ഞാൻ സ്നേഹത്തിലാണോ ഉള്ളത്, എന്റെ മനസ്സിൽ നിറഞ്ഞിട്ട് സ്നേഹമാണെങ്കിൽ എനിക്ക് നിങ്ങളെ എല്ലാവരിലും സ്നേഹമാണ് കാണാൻ പറ്റുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. അപ്പോ ആം, സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബിഹേവിയേഴ്സിനെ ചില ആൾക്കാരുണ്ടാവും അവർക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഓക്കെ. വൺസ് ഓർ ട്വൈസ്, കാരണം ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പോ ഞാൻ ഒരു സംഗതി ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ടവൽ ഉൾട്ടയാണ് വെക്കുന്നത്, നേരെ വെക്കുന്നത്, എല്ലാവർക്കും ചെയ്യുന്ന രീതികൾ വേറെ വേറെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും കത്തി ഇത് ഈ വഴി പിടിക്കുന്നത്, ചിലര് ഇങ്ങനെ പിടിക്കും. ഓക്കെ. അപ്പൊ ഡിഫറെന്റ് വേസ് ഉണ്ടാവും ആൾക്കാർ പണികൾ എടുക്കുന്നത്. ഇമോഷണൽ എക്സ്പ്രഷനും അങ്ങനെ എന്തുണ്ട്, വേറെ വേറെ രീതികളുണ്ട്. അങ്ങനെ ആയിരിക്കെ ചില കാര്യങ്ങളിൽ ഹഫീസ ചെയ്യുന്നോ ഷഫ്രീന ചെയ്യുന്നതോ എനിക്ക് മനസ്സിലാകൂല. അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ പ്യുവർ ഇന്റൻഷനോട് കൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരാൻ പറ്റും. കാരണം എനിക്ക് അത് ശരിയായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താ ഷഫ്രീന അങ്ങനെ ചെയ്ത്, എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല എന്നൊരു രീതിയിൽ. സോ ഷഫ്രീന പറയും, അല്ല അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യല്, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ലായിരുന്നു കേട്ടോ, ഞാൻ ഇന്ന ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിരുന്നത്, അങ്ങനെ നിനക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അതിങ്ങനെയായി, അതവിടെ ക്ലോസ് ആയി. പക്ഷെ ചില ആൾക്കാരുണ്ടാവും ഷഫ്രീനോട് ഓക്കെ നീ ആരോഗ്യന്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം പോലും ഷഫ്രീന ആരോഗ്യന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കെ മുന്നീത്തെ ആൾക്കാര് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോലും തിരിച്ച് തിരിച്ച് പറയാണ് നീ ആരോഗ്യന്റ് ആണ്, ആരോഗ്യന്റ് ആണ്, ആരോഗ്യന്റ് ആണ് എന്നത്, എങ്കില് അത് ഷഫ്രീനയുടെ പ്രശ്നം ആകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഷഫ്രീനന്റെ ഉള്ളിൽ ആരോഗ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഉള്ളിലോട്ട് നോക്കണം. കാരണം അവര് പറയുന്നത് വെച്ചിട്ട് നമ്മള് ജഡ്ജ് ചെയ്യാൻ പറ്റൂല അവരേനെയും നമ്മളേനെയും. നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട് എന്താണ് എനിക്ക് ആരോഗ്യൻസ് ഉണ്ടോ, എങ്കിലും നിങ്ങൾ അങ്ങനെ വിശ്വസ്തയായിട്ടുള്ള ആരോടെങ്കിലും ചോദിക്കണം. പറഞ്ഞാൽ അവര് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകാം, മെന്റോർസ് ആയിട്ടുണ്ടാകാം. അവിടെയാണ് ആക്ച്വലി മിറേഴ്സിന്റെയും തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വരുന്നത്. റൈറ്റ്. കാരണം തെറപ്പിസ്റ്റ്, എഫ് പീസ്, ഫേവറേറ്റ് പേഴ്സൺസ് എന്നൊക്കെ പറയുന്നത് അവർ എന്താ ചെയ്യുന്നത്, അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കുകയും ചെയ്യൂല, എന്നാ അവര് തുറന്നിട്ട് പറയാൻ പറ്റുന്ന ഒരു രീതിയിലും ആയിരിക്കും പറയുന്നുണ്ടാകുക. അപ്പൊ അങ്ങനത്തെ പ്രസൻസിൽ നമ്മൾ ഒന്ന് നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി അത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അറിഞ്ഞ എന്താണ് അത് ആരോഗ്യൻസ്, ഞാൻ ആരോഗ്യന്റ് ആയിട്ടല്ല, അത് അവര് അങ്ങനെ അവർക്ക് തോന്നുന്നതാണ്, എങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. അപ്പോ നമ്മൾ ആരോഗ്യന്റ് ആണോ അല്ലയോ എന്നത് മെഡിറ്റേഷനോട് ഒരു കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ.
മെഡിറ്റേഷൻ നമ്മൾ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലത്തെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ തന്നെ ഇല്ലാതെ ആകുന്നില്ല. ഇറ്റ്സ് എ ലോങ് ജേർണി. That's why persistence is important. Okay, hope that answers your question, Shafrina. Yeah, egocentric thought in a way, Banu, right? കാരണം ചില ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ, ഇപ്പൊ ഞാന് ഷഫ്രീനയെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്, ഷഫ്രീനയുടെ ഫാമിലിയെ കുറിച്ചല്ല പറയുന്നത്, പൊതുവെ ഞാൻ പറയാം. നാർസിസ്റ്റിക് ട്രേറ്റ് ഉള്ള ആൾക്കാർക്ക് തോന്നും ചുറ്റുള്ള ആൾക്കാർ നാർസിസിസ്റ്റിക് ആണ് എന്നത്. കാരണം എന്താണ്, ഈ പ്രൊജക്ഷൻസിന്റെ ഒരു കളി ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ നമുക്ക് സ്നേഹമാണ് കാണാം, നമ്മുടെ ഉള്ളിൽ ദേഷ്യമാണെങ്കിൽ നമുക്ക് ദേഷ്യമാണ് കാണാം. എന്ത് കാരണം കൊണ്ട് നമ്മൾ എന്താണോ അതാണ് നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.